ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നതാ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മളുടെ പുതിയ തരം ഒരു ചോറ് ഇപ്പം യൂട്യൂബിലെല്ലാം ഒരു വൈറലായിട്ട് വരുന്നുണ്ട്. കബാലിയത്ത് എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മുടെ ബിരിയാണിനേക്കാളും ഫ്രൈഡ് റൈസിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് കഴിഞ്ഞ ആഴ്ചയിൽ അതിന് മുന്നത്തെ ആഴ്ചയിലും 2 തവണയായിട്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു അറേബ്യൻ ഡിഷാണിത്. സോ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ 1 കിലോ ബസുമതി അരിയാണ് ഞാൻ 3 തവണ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു മണിക്കൂറോളമാണ് ഞാനിതിങ്ങനെ കുതിർക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടി ഇവിടെ സവാള ഞാനൊരു 1/2 കിലോ ആണ് എടുക്കുന്നത്. അതായത് 1 കിലോ അരിക്ക് 1/2 കിലോ സവാളയാണ് നമ്മളിവിടെ അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതുപോലെ വലിയൊരു ക്യാരറ്റ് വലുത് തന്നെ എടുക്കുക. ഇതുപോലെ വട്ടത്തിൽ അരിയുക. അതിനുശേഷം 4 പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് തന്നെ നമ്മൾ എടുക്കുക. ഇതൊരുവിധം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ക്യാപ്സിക്കമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് സ്ലൈസ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മല്ലിയില ഒരു ആവശ്യത്തിന് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുക്കുക. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇലയും കൂടെ നമ്മൾ അരിഞ്ഞെടുക്കുക. മല്ലിയിലയാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. ഇനി ഞാനിവിടെ ഏകദേശം 1 കിലോ ചിക്കനുള്ള പ്രിപ്പറേഷനാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് നിങ്ങൾ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. ഓയിൽ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ചിലർ കുറവായിരിക്കും, ചിലർ കൂടുതലായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉരുകി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിനൊന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വാടി വരുന്നവരെ വഴറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് അല്പം ഉപ്പ് തൂക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെയാണ് ചേർക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് വന്ന് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇത് ഇടുന്നത് കപ്സ മസാലയാണ്. ഇതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് വേണ്ടത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എരിവ് തരുന്നത് ഈ കുരുമുളക് പൊടിയാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് മാഗി ക്യൂബാണ്. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഈ കപ്സ മസാലയും മാഗി ക്യൂബും നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഫസ്റ്റ് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇതിന് ഉപ്പ് പാകമാണെന്ന് നോക്കണം. കാരണം നമ്മൾ സവാളയ്ക്ക് മാത്രമാണ് ഉപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ചിക്കനും കൂടി വേണ്ടിയുള്ള ആ ഉപ്പ് കൂടി ഒന്ന് തൂവി കൊടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കരുത്. ആദ്യം ചിക്കനിലേക്കെല്ലാം പിടിക്കുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കാരണം ചിക്കനിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഊറി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആവശ്യാനുസരണം ഒഴിക്കാൻ പറഞ്ഞത്. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ലിഡൊന്ന് പൊക്കി നോക്കാം. കുറച്ചുകൂടെ വെള്ളം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ഇപ്പോൾ ഇതൊരു പാതി വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് ഇവിടെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റത്തേക്ക് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ, അതുവരെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം. 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ചേർത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഒരു 3 മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഒരുപാട് വെന്ത് കുറുകി പോകേണ്ട ആവശ്യമില്ല ഈ വെജിറ്റബിൾസ് രണ്ടും. സോ ഇതൊന്ന് 3 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വേവെല്ലാം ആയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇപ്പോൾ ഗ്രേവി ഉണ്ടല്ലോ, കുറച്ച് ചാറ് പോലത്തെ ഗ്രേവി വരുന്നുണ്ടല്ലോ. ഈ ഗ്രേവി നമുക്കൊന്ന് കുറച്ച്, അതായത് ഒരു 1/2 കപ്പ് തുടങ്ങി ഒരു 1/4 കപ്പ് തുടങ്ങി 1/2 കപ്പ് വരെ നമുക്കിതൊന്ന് മാറ്റണം. അതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇതെന്തിനാണ് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ റൈസ് കുക്ക് ചെയ്യത്തില്ലേ, ആ സമയത്ത് നമ്മൾ ഈ ഗ്രേവി കൂടി ആ റൈസിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അത് നല്ലൊരു ടേസ്റ്റ് ആ റൈസിന് തരും. കാരണം നമ്മൾ ഇതിൽ കപ്സ മസാല ഇട്ടിട്ടുണ്ട്. ഒരുപാട് മസാലകളെല്ലാം പിടിച്ചിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് തന്നെ ആ റൈസിന് അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിനകത്ത് നിന്ന് തന്നെ, ഈ ഗ്രേവി ഇതിനകത്ത് നിന്ന് തന്നെ എടുക്കുവാണ്. ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഗ്രേവി എല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മസാലയുടെ പരിപാടി. ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ലാസ്റ്റായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. കഴിഞ്ഞു. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും നേരത്തെ അരിഞ്ഞു വെക്കരുത്, അത് വാടിപ്പോവും. അപ്പോൾ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ പുതിനയിലയുടെയും മല്ലിയിലയുടെയും ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മസാലയ്ക്ക് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. സോ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ. മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മൂടി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടത് റൈസിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി 1 മണിക്കൂറായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നീണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പകർത്തി വേവിക്കാനെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടി കെട്ടിയുള്ള ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് ക്ലോവ്, അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതെല്ലാം ഇട്ട് നമുക്കൊന്ന് കുരുമുളകും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു മണം വരുന്ന വരെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ 2 മടങ്ങ്. ഓക്കെ, 2 മടങ്ങാണ് നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പെല്ലാം കൃത്യമായിട്ട് നോക്കുക. കാരണം എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, നമ്മൾ ഉപ്പിട്ടില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഉപ്പ് കൃത്യമാണെന്ന് നോക്കി വെക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഉരുകി വരുന്ന പോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ മാഗി ക്യൂബാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചേർത്തത് കബ്സ മസാലയാണ്. അത് ഒരു വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ഇത് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ കബ്സ മസാലയും പിന്നെ മാഗി ക്യൂബും എല്ലാം കൂടി അതിനകത്ത് കിടന്ന് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും ഇതിന്. ഉപ്പുണ്ടാവുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഇല്ലെന്നാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഈ അരി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഞാൻ കുക്കറിൽ എടുത്തിരിക്കുന്ന കുക്കറിൽ വെച്ച് മൂടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇത് നമ്മൾ എടുത്തു വെച്ച ഗ്രേവിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രേവിയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഗ്രേവി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുക. റൈസ് റെഡിയാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മളുടെ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടാണ് റൈസ് റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് ആറാൻ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കട്ടകളെല്ലാം മാറിക്കിട്ടും. ഇത് കണ്ടില്ലേ, എല്ലാം റെഡിയായി. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്താം. ആ മസാലയും കൂടി നമ്മൾ കൂട്ടി കഴിക്കുമ്പോഴുണ്ടല്ലോ, ഇതിൽ നമ്മൾ ദമ്മൊന്നും ഇടത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ ചോറിന് കറി വിളമ്പുന്ന പോലെ തന്നെ സൈഡ് ഡിഷായിട്ട് തന്നെയാണ് നമ്മളിത് എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മസാലയെല്ലാം ആ ചോറിൽ പിടിച്ചിട്ടുമുണ്ട്. വളരെ രുചികരമായി ഈ റെഡിയാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.